റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ താരീഖ് ഒന്നാമത്തെ പാഠത്തിൻ്റെ വർക്കുകളാണ് നോക്കുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം. 5 ചോദ്യമുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യമാണ് എന്ത്? ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യമാണ് എന്ത്? എന്താണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം? നമ്മളെ പാഠഭാഗത്തിലെ 2ാമത്തെ വരിയിൽ അത് പറയുന്നു. എന്താണ്? സമാധാനം സ്ഥാപിക്കുക. അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. സമാധാനം സ്ഥാപിക്കുക. ഇനി 2ാമത്തെ ചോദ്യം എന്താ? ഇസ്ലാം യുദ്ധം അനുവദിച്ച സന്ദർഭം ഏത്? ഇസ്ലാം യുദ്ധം അനുവദിച്ച സന്ദർഭം ഏതാണ് എന്ന്. അത് അതിൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട്. എന്താ? അടുത്ത 3ാമത്തെ വരിയിലതാ, മറ്റുള്ളവരെ, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ ഫുള്ളായിട്ട് എഴുതണില്ല, അതിനിവിടെ സ്ഥലം സന്ദർഭമൊന്നുമില്ല. മറ്റുള്ളവരെ, അവിടെ നിന്ന് തുടങ്ങി. മറ്റുള്ളവരെ അടിച്ചമർത്തുകയും നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ പ്രതിരോധിക്കാതിരുന്നാൽ അത് കൂടുതൽ കുഴപ്പത്തിന് കാരണമാകും. ഇത്തരം സന്ദർഭങ്ങളിലാണ് ഇസ്ലാം യുദ്ധം അനുവദിച്ചത് വരെ എഴുതാം. അപ്പോൾ തുടക്കം എന്താണ്? നിങ്ങൾക്ക് അടയാളപ്പെടുത്തിക്കാണ്ട് പിന്നെ ഒരു നോട്ടിലിട്ട് പകർത്തുക ചെയ്യാം. മറ്റുള്ളവരെ, 3ാമത്തെ വരിയിൽ അവസാനത, മറ്റുള്ളവരെ അടിച്ചമർത്തുകയും നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ പ്രതിരോധിക്കാതിരുന്നാൽ അത് കൂടുതൽ കുഴപ്പത്തിന് കാരണമാകും. ഇത്തരം സന്ദർഭങ്ങളിലാണ് ഇസ്ലാം യുദ്ധം അനുവദിച്ചത്. ഇനി 3ാമത്തത്, ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശം എന്ത്? എന്താണ് ഇസ്ലാമിക യുദ്ധങ്ങളുടെ? ഇസ്ലാമിൽ കുറേ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ് എന്നാണ് ചോദ്യം. അത് അതേ പേജിൽ തന്നെ 2ാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് എന്ത്? അക്രമമല്ല. ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശം അക്രമമല്ല, പിന്നെന്താണ്? ആത്മരക്ഷ. ആത്മരക്ഷയാണ്. അക്രമമല്ല, ആത്മരക്ഷയാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശം. 4ാമത്തെ ചോദ്യം, പ്രതിരോധത്തിന് അനുവാദം ലഭിച്ചത് എപ്പോൾ? പ്രതിരോധത്തിന് അനുവാദം ലഭിച്ചത് എപ്പോഴാണ്? അതിൻ്റെ ഉത്തരം പിന്നെ പേജ് നമ്പർ 4ൽ 2 പാരഗ്രാഫ് പറയുന്നതിൽ 2ാമത്തെ പാരഗ്രാഫിൻ്റെ തുടക്കത്തിൽ അത് പറയുന്നു. ഹിജ്റ 2ാം വർഷമാണ്. ഹിജ്റ 2ാം വർഷം. ഏതാ മാസം? ഹിജ്റ 2ാം വർഷം സഫർ മാസം. ഹിജ്റ 2ാം വർഷം സഫർ മാസത്തിലാണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത്. ഇനി 5ാമത്തെ ചോദ്യം എന്താ? ഗസ്വത്ത് എന്നാൽ എന്ത്? ഗസ്വത്ത് എന്നാൽ എന്ത്? ആ പാഠഭാഗത്തിൻ്റെ ഇപ്പോൾ പറഞ്ഞതിൻ്റെ തൊട്ട് താഴെ ഏറ്റവും ലാസ്റ്റ് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംബന്ധിച്ച എന്ന് പറഞ്ഞാൽ പങ്കെടുത്ത എന്നർത്ഥം. സംബന്ധിച്ച യുദ്ധങ്ങൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് ഗസ്വത്ത് എന്നും അല്ലാത്തവക്ക് ശരീഅത്ത് എന്നും പറയുന്നു എന്ന് പുസ്തകത്തിലുണ്ട്. അപ്പോൾ ഇവിടെ ഗസ്വത്ത് എന്നാൽ എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് എന്ന ആൻസർ പറയാം. ഇനി ശരീഅത്ത് എന്നാൽ എന്ത് എന്ന് ചോദിച്ചാലോ? ശരീഅത്ത് എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്താം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ തന്നെ ഇതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച എന്നുള്ളിടത്ത് സംബന്ധിക്കാത്ത എന്ന് എഴുതിയാൽ മതി. സംബന്ധിക്കാത്ത അല്ലെങ്കിൽ പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്ക് അങ്ങനെ എഴുതാം. ഇനി 2ാമത്തെ വർക്ക് പൂരിപ്പിക്കാനാണ്. 3 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തത്, ഉദിന ലില്ലദീന ഡാഷ് ലഖദീർ എന്നാണ്. ഉദിന ലില്ലദീന അത് 3ാമത്തെ പേജിൽ, അഥവാ പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് അവസാനത പറയുന്നു. എന്താ? ഉദിന ലില്ലദീന യുഖാതലൂന. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ظلموا وإن الله
വ ഇന്നല്ലാഹ അലാ നസ്രിഹിം എന്നും കൂടി ഇവിടെ ഉണ്ട്. അലാ നസ്രിഹിം ലഖദീർ. അതാണ് അവിടെ പൂരിപ്പിക്കാനുള്ളത്. രണ്ടാമത്തത് യുദ്ധത്തെ നേരിടേണ്ടി ഡാഷ് കഴിവുള്ളവരാണ്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥമാണ് ഇനി അടുത്തതായിട്ട് പൂരിപ്പിക്കാനുള്ളത്. അതതിൻ്റെ അപ്പുറത്തെ പേജിൽ, 4-ാമത്തെ പേജിൽ തുടക്കത്തിൽ അത് പറയുന്നു. യുദ്ധത്തെ നേരിടേണ്ടി വരുന്നവർക്ക് അവർ ആക്രമിക്കപ്പെട്ടു എന്നതിനാൽ, മുഴുവനായിട്ട് ഇവിടെ എഴുതാൻ സ്ഥലമില്ല, ആക്രമിക്കപ്പെട്ടു എന്നതിനാൽ യുദ്ധം അനുവദിച്ചിരിക്കുന്നു. നിശ്ചയം അള്ളാഹു അവരെ സഹായിക്കാൻ. അതും കൂടി ഇവിടെ ചേർത്ത് കൊടുക്കണം. പിന്നെ കഴിവുള്ളവരാണ് എന്നിവിടെ ഉണ്ട്. അതുവരെയാണ് അത്. 3, മദീനയിലെ യഹൂദികളെയും ഡാഷ് കൊണ്ടിരുന്നു. മദീനയിലെ യഹൂദികളെയും ഡാഷ് കൊണ്ടിരുന്നു. അത് മറ്റേ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് 3-ാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു. 3-ാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നതന്നെ അതാണ്. മദീനയിലെ യഹൂദികളെയും മറ്റും ഉപയോഗപ്പെടുത്തി മുസ്ലിങ്ങളെ ദ്രോഹിച്ചു കൊണ്ടിരുന്നു. ഇവിടെ ദ്രോഹിച്ചു എന്നും കൂടി ചേർത്തെടുക്കാണ്ട് ദ്രോഹിച്ചു കൊണ്ടിരുന്നു. ഇനി അടുത്തത് 3-ാമത്തത്, ഇസ്ലാം യുദ്ധത്തിലൂടെ പ്രചരിച്ചു എന്നും അക്രമത്തിൻ്റെ മതമെന്നും ചിലർ പ്രചരിപ്പിക്കാറുണ്ട്. ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിനുള്ള മറുപടി കണ്ടെത്താൻ സാധിക്കുമോ? അതിൻ്റെ ഒരു കാര്യം ഇവിടെ പറയുന്നത്, ഇസ്ലാമിക യുദ്ധം അക്രമമല്ല, പ്രതിരോധമാണ്. ശരിയാണല്ലോ. ഇനിയോ നമുക്ക് വേറെ എന്തൊക്കെ എഴുതാം? സമാധാനത്തിൻ്റെ സന്ദേശമാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. ഒക്കെ പുസ്തകത്തിൽ പറയുന്നത് തന്നെയാണ്, ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. പിന്നെ അടുത്ത എന്ത് എഴുതാം? സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. അപ്പോൾ ഈ 2 കാര്യങ്ങളെ നമുക്കവിടെ ചേർത്തെടുക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രീനിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.